ഇസ്രായേലിന് പുതിയ വെല്ലുവിളി തീർത്തുകൊണ്ട് ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. അവരുടെ കൈവശത്തിൽ ശേഷിക്കുന്ന 48 ബന്ദികളെ ഒരേ സമയം കൊലപ്പെടുത്തുമെന്നാണ് ഹമാസ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് വലിയ പ്രക്ഷോഭ സമരങ്ങൾ ഇസ്രായേലിൻ്റെ അകത്ത് ഇപ്പോൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെതിരെയുള്ള ഇത്രയും രൂക്ഷമായിരിക്കുന്ന ഒരു സമര രീതി രാജ്യ തലസ്ഥാനം ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ അതിജീവിക്കാൻ വേണ്ടി ഒരുപാട് തന്ത്രങ്ങൾ ഇസ്രായേലും IDF മെനയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ടത്ര രീതിയിൽ ശോഭിക്കുന്നില്ല എന്നൊരഭിപ്രായം പുറത്തു വരുന്നു. ഇപ്പോൾ അവർ പറയുന്ന കാര്യം, നിലവിൽ 52 ബന്ദികളാണ് ഉള്ളത് എന്ന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ അതിൽ 32 പേർ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ടവർ ബന്ദികളുടെ മൃതശരീരവും 20 പേർ ജീവനോടെ ഉള്ളവരും ആണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നത് 48 ബന്ദികളെ വധിക്കുമെന്ന് പറയുമ്പോൾ ബന്ദികളാക്കി പിടിക്കപ്പെട്ടവർക്ക് ശേഷവും അവരുടെ കൈവശത്തിൽ ജീവനുള്ള ബന്ദികളുണ്ട് എന്നാണ്. അതിന് പറയാനുള്ള കാരണം, പല ഘട്ടങ്ങളിലും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈനികരെ കാണാതാവുകയും അവർ ഹമാസിൻ്റെ കൈവശത്തിലുണ്ടെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതാണ്. ഒരാഴ്ച മുൻപാണ് 6 ഇസ്രായേലി സൈനികരെ കാണുന്നില്ല എന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. പിന്നീട് അവരെ കണ്ടുകിട്ടിയിട്ടുണ്ട് എന്നോ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് ഹമാസ് പറയുകയോ രണ്ടും ചെയ്തിട്ടില്ല. മുൻപ് സമാനമായ രീതിയിൽ ഇസ്രായേൽ സൈനികരെയും കമാൻഡർമാരെയും കാണാതായ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ബന്ദികളാക്കി പിടിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, കണക്കുകളെല്ലാം തെറ്റാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ബന്ദികൾ ഹമാസിൻ്റെ കൈവശത്തിലുണ്ട് എന്ന തരത്തിലാണ്. 48 ബന്ദികളുടെ ചിത്രങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചു. അവരുടെ വെബ്സൈറ്റിലും അതിൻ്റെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അത് ലോകാടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഷെയർ ചെയ്യപ്പെട്ടത്. ഇന്ന് അന്താരാഷ്ട്ര മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ഈ വിഷയമാണ്. മധ്യ ഗസയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായിരിക്കുന്ന ആക്രമണത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് 48 ബന്ദികളെ ഒരേ സമയത്താണ് എന്ന തരത്തിലാണ്. ഇതിനെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. പക്ഷേ അമേരിക്കയിൽ അതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാര്യം ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് സംയുക്തമായ രീതിയിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്നിട്ടാണ്. ഈ വിഷയങ്ങൾ ഇതിൻ്റെ മുൻപ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ജൂത പൗരന്മാരായിരിക്കുന്ന അമേരിക്കക്കാർ, അതായത് ഇസ്രായേൽ അമേരിക്കൻ പൗരത്വമുള്ളവർ, അത് നല്ലൊരു ശതമാനം അമേരിക്കയിലുണ്ട്. അവരെല്ലാവരും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലുമായിട്ട് സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊരു രീതി പറഞ്ഞാൽ, അമേരിക്കൻ സൈനികർ ഈ യുദ്ധത്തിൽ സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് ഗസയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം അമേരിക്കൻ പൗരന്മാരാണ്, ഇരട്ട പൗരത്വമുള്ളവരാണ്. അത് മുൻപേ റിപ്പോർട്ട് ചെയ്താണെങ്കിലും അമേരിക്ക നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് യാഥാർത്ഥ്യമാണ് എന്നൊരു തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ സങ്കീർണമാണ്. അത് ഭയാശങ്ക ഉളവാക്കുന്നതാണ്. ഏത് തരത്തിൽ നീങ്ങണം എന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ IDFലും സർക്കാരും തമ്മിൽ 2 അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയാണ്. ഗസ ഇത്ര രീതിയിൽ മുന്നേറ്റം നടത്തി കഴിഞ്ഞാൽ പിന്നീട് രാജ്യത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സർക്കാരിനെതിരെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെ ഏത് തരത്തിൽ അതിജീവിക്കണം എന്നതാണ് ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്ത് ഇസ്രായേലിൻ്റെ മന്ത്രിമാരോ ബന്ധപ്പെട്ട അധികാരികളോ പുറത്ത് ഇറങ്ങി നടക്കുന്ന ഒരു രീതി മുൻപൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഏറ്റവും വലിയ സുരക്ഷിത മേഖലയിൽ നിന്നുകൊണ്ടാണ് അവരിപ്പോൾ രാജ്യത്തിൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ നിരീക്ഷിക്കുന്നത്. ഗസക്കകത്താണെങ്കിൽ മധ്യ ഗസയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ഇസ്രായേൽ സൈന്യവും അവിടുത്തെ പോരാളികളും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഹമാസ് അല്ലാത്ത ഏകദേശം 1 ഡസനോളം വ്യത്യസ്ത സായുധ സേനാ വിഭാഗങ്ങൾ ഗസയിലുണ്ട് എന്നുള്ളതാണ്. അവരെല്ലാവരും ഇപ്പോൾ സജീവമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു.
ആദ്യ ഘട്ടത്തിലൊന്നും അത്ര ഒരു സജീവത അവർക്കുണ്ടായിരുന്നില്ല. ശ്രദ്ധിക്കപ്പെട്ടതെല്ലാം ഹമാസ് ആണ് എന്ന തരത്തിൽ. ഹമാസിനോടൊപ്പം തന്നെ 4 സൈനിക വിഭാഗം ശ്രദ്ധേയമായിരിക്കുന്ന ടീമായിട്ട് അവിടെ ഉണ്ട്. ആ വിഭാഗത്തെ ഒന്നടങ്കം ചൈന ഒരിക്കൽ മധ്യസ്ഥതയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു. മധ്യസ്ഥത എന്ന് പറയുന്ന സമയത്ത് പരസ്പരം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചുകൊണ്ട് ഗസ സ്വതന്ത്രമാകുന്ന സമയത്ത് സംയുക്തമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സഹകരിക്കണം. ഇതായിരുന്നു ചൈനയുടെ നിർദ്ദേശം. 4 വിഭാഗങ്ങളും അത് ഇസ്മായിൽ ഹനിയ ഉള്ള കാലത്താണ്. ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെടുന്നതിൻ്റെ ഏകദേശം ഒരാഴ്ച മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ അവർക്ക് തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ ഏറെക്കുറെ പരിഹരിച്ചുകൊണ്ട് അവരെ ചേർത്ത് വെക്കാനുള്ള ഒരു സംവിധാനം ചൈന മുന്നോട്ട് വെക്കുകയും 4 രാജ്യങ്ങളും അത് അംഗീകരിക്കുകയും ചെയ്തു. 4 വിഭാഗങ്ങളും അത് അംഗീകരിക്കുകയും ചെയ്തു. പിന്നീട് ഇവർ സംയുക്തമായ രീതിയിലാണ് ആക്രമണം നടത്തി ഈ ഇസ്രായേലിനെ പ്രതിരോധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ അടുത്തായിട്ട് പുറത്തു വരുന്ന വിവരം 4 സംഘമല്ല, ഏകദേശം 12ഓളം, ഒരു ഡസനോളം വ്യത്യസ്ത സായുധ വിഭാഗങ്ങളുണ്ട്. അവർ പല മേഖലയിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കും. അപ്പോൾ ഏത് വിഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം അവർക്ക് പ്രത്യേകമായിരിക്കുന്ന യൂണിഫോം ധരിച്ചുകൊണ്ടൊന്നല്ല, മഫ്തി വേഷത്തിലാണ് സാധാരണഗതിയിൽ അവർ പ്രത്യക്ഷപ്പെടാറുള്ളത്. മാത്രമല്ല അവർ മുഖം മറക്കുന്നത് മറ്റുള്ളവരെ ഒറ്റുകാരോ മറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് ഇവരെ ബോധ്യമാവാതിരിക്കാൻ വേണ്ടിയാണ് മാസ്ക് പോലെ അല്ലെങ്കിൽ മുഖം മറച്ചുകൊണ്ട് ആക്രമിക്കുന്നത് എന്ന തരത്തിലാണ്. ഇപ്പോൾ മധ്യ ഗസയുടെ ഉൾഭാഗത്ത് വലിയ സ്വാധീനത്തിൽ ഇപ്പോഴും ഹമാസ് ഉണ്ട്. കണ്ടെത്താൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല രീതിയിലൊക്കെ ബോംബാക്രമണം നടത്തുന്നു, പല വിഷയങ്ങൾ ഉണ്ടാക്കുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഈ യുദ്ധം ചെയ്യുന്ന വിഭാഗത്തെ കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ കണ്ടുപിടിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന കാര്യത്തിൽ ഇസ്രായേൽ സർക്കാർ 100% പരാജയമാണ്. അത് അവർ തന്നെ സമ്മതിക്കുന്നു. യുദ്ധം തുടങ്ങിയിട്ട് 2 വർഷമാകാൻ പോവുകയാണ്. തൊട്ടടുത്ത മാസം 7-ാം തീയതി ആകുന്ന സമയത്ത് ഒക്ടോബർ 7-ലേക്ക് 2 വർഷം പൂർത്തിയാവും. നമ്മളിപ്പോൾ സെപ്റ്റംബറിൻ്റെ അവസാന വാരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ വല്ലാതൊന്നും ദിവസങ്ങളില്ല 2 വർഷം പൂർത്തി. ഈ 2 വർഷവും നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങളുടെ എന്ത് ലക്ഷ്യമാണ് നേടിയത് എന്ന് ഇസ്രായേലിനോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഏകദേശം 60,000-ഓളം ഫലസ്തീനുകളെ കൊലപ്പെടുത്തി എന്നതൊഴിച്ചാൽ യുദ്ധ ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാത്തതിൻ്റെ നാണക്കേട് ഉണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോഴും സൈനികർ അവർക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ടാങ്ക് നഷ്ടങ്ങളുണ്ടാകുന്നു, കവചിത വാങ്ങ നഷ്ടപ്പെടുന്നു, അവരുടെ താമസസ്ഥലം ആക്രമിക്കപ്പെടുന്നു. ഇസ്രായേൽ സൈനികർ നഷ്ടപ്പെടുന്നതിനേക്കാൾ ഇസ്രായേലിന് പ്രയാസം ഉണ്ടാകുന്ന കാര്യം അവരെ തട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പരിചയമില്ലാത്ത പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് കൂടുതലും സൈനികരായിട്ട് നിയമിക്കുന്നത്. അതല്ലാത്ത രീതിയിൽ മറ്റാൾ കിട്ടുന്നില്ല എന്നതിനാൽ അവർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ശമ്പളത്തേക്കാൾ കൂടുതലാണ് ഇപ്പോൾ സൈനികർക്ക് ഇസ്രായേൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആളെ കിട്ടാത്തൊരു പ്രശ്നമാണ്. എന്നാൽ ഇത്തരം സൈനികർ ഇപ്പോൾ കൊല്ലപ്പെടുന്ന ആളുകളുടെ പേരും അവരുടെ വയസ്സും നോക്കുന്ന സമയത്ത് 18, 19, 20, 21 വയസ്സുള്ള യുദ്ധമുഖ